ഹലോ. അപ്പം നമുക്കിന്ന് നാച്ചുറലായിട്ട് ഇതുപോലൊരു തടിയിൽ ഒരു ഓർക്കിഡ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു ഇതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. ഞാൻ അത്യാവശ്യം ക്ലീനിങ് ഒക്കെ ആയിട്ട് നടന്നപ്പോഴാണ് ഒരു പഴയ ഒരു വലിയൊരു തടി കഷ്ണം ഇതുപോലെ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ നടുവശം കുഴിഞ്ഞ് നടുവശത്ത് ഫുള്ള് ദ്രവിച്ചു പോയ നിലയിലായിരുന്നു കണ്ടത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഒരു ഓർക്കിഡിനകത്ത് സെറ്റ് ചെയ്യാൻ തോന്നി. അപ്പോൾ നാച്ചുറലായിട്ട് തന്നെ ഇതിൻ്റെ അകവശം ഫുള്ള് പോയതാണ്. അപ്പോൾ ഞാൻ ആ പോയതെല്ലാം പൊടിഞ്ഞ് പോയതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് സൈഡൊക്കെ വൃത്തിയായിട്ടൊന്ന് ചെത്തി ഒരു നല്ല ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് നടാൻ പറ്റും. വേറെ പ്രശ്നമൊന്നുമില്ല. ഓൾറെഡി ഹോളും ഉണ്ട് അതിനകത്ത്. പ്രത്യേകിച്ച് നമ്മൾ ഹോൾ ഇടേണ്ട കാര്യമില്ല. വെള്ളം ഇറങ്ങിപ്പോകാനുള്ള ഹോളും ഉണ്ട്. അപ്പം ഇത് ഓർക്കിഡിന് പെർഫെക്റ്റ് ആണ്. കാരണം വുഡ് ആയതുകൊണ്ട് തന്നെ തടിയാണല്ലോ ഓർക്കിഡിന് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ളത് തടി തന്നെയാണ്. അപ്പോൾ തടിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. അപ്പം എന്തായാലും ഞാനിത് വൃത്തിയാക്കി സൈഡൊക്കെ ഒന്ന് ചെത്തി ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ജനലിനൊക്കെ അടിച്ചതിൻ്റെ ബാക്കി കുറച്ച് പോളിഷ് ഇരിപ്പുണ്ടായിരുന്നേ. വുഡ് പോളിഷാണ്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, ഒത്തിരിയൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ, ജസ്റ്റ് ഒരു കോട്ടൊന്ന് അടിച്ച് ഒന്ന് ഭംഗിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുവാണേ. അപ്പോൾ ഇതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു നല്ല അട്രാക്റ്റീവ് ലുക്ക് നമുക്ക് കിട്ടും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരുപാടൊന്നുമില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം പോളിഷൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഇപ്പം നല്ല മഴയുള്ളതുകൊണ്ട് ഒരു ദിവസം ഫുള്ള് മഴയത്ത് ഇട്ടിട്ടുണ്ട്, പോളിഷ് അടിച്ച് ഉണങ്ങി കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം ചെടിക്കുണ്ടായി ചെടി ഡാമേജ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അകത്തൊന്നും ഞാനത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളെന്തായാലും ചെടി നടാൻ പോകുന്നത് അകത്താണല്ലോ. പുറത്ത് മാത്രമേ പോളിഷ് കൊടുത്തിട്ടുള്ളൂ. അപ്പം അകത്തൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഒരു ദിവസം ഫുള്ള് മഴയത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹോളിനകത്ത് നമുക്ക് നമ്മുടെ പോട്ടി മിക്സ് ഇട്ടിട്ട് നമുക്ക് ചെടി നടാം. ഇത് സാധാരണ ഞാൻ ഓർക്കിഡ്സിനൊക്കെ കൊടുക്കുന്ന പോട്ടിംഗ് മിക്സ് തന്നെയാണ്. നമ്മുടെ തൊണ്ട് മുറിച്ചതും പിന്നെ കരി, ഇത് രണ്ടുമാണുള്ളത്. ഇത് കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കിയിട്ട് കൊടുത്താൽ അത്രയും നല്ലത്. ഇത് ഇച്ചിരി സൈസ് കൂടുതലാണ്. കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് കൊടുത്താൽ മറ്റേ വേരോടാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഇനി സാഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗിസൈഡിനകത്തൊന്ന് വൃത്തിയായിട്ട് വാഷ് ചെയ്ത് എന്തെങ്കിലും ഫംഗസ് പ്രോബ്ലമൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യത നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മുക്കിയിട്ട് ഇടാം. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ 2 മാസമായതേ ഉള്ളൂ, ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ്. വെറൈറ്റി ഏതാണെന്ന് മറന്നുപോയി, നോക്കണം. ഒരു മഞ്ഞ കളറിലെ പൂ ഉണ്ടാകുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. പുതിയതായിട്ടൊരു ഷൂട്ട് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. അപ്പം ഇതാണ് ഞാൻ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊന്ന് പതുക്കെ പൊക്കിയെടുത്തിട്ടുണ്ട്. നല്ല റൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പച്ച കളർ റൂട്ട് ഉണ്ടാവും. പുതിയതായിട്ടുണ്ടായ നല്ല റൂട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് എടുക്കുക, എന്നിട്ട് അത് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാം. ഞാൻ വീണ്ടും സാഫ് എടുത്തിട്ട് ഈ ചെടിയുടെ റൂട്ടൊന്ന് നല്ലപോലെ മുക്കി ഒരു 2-3 മിനിറ്റ് വെക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കാം, എന്തെങ്കിലും ഫംഗൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡിനകത്ത് കുറച്ച് നേരം മുക്കി വെച്ചേക്കുക. എന്നിട്ട് നമുക്ക് എടുത്തിട്ട് ഡയറക്റ്റായിട്ട് നടാവുന്നതാണ്. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തും ഈ വുഡിനകത്തും സാഫിൻ്റെ ബാക്കി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്നിട്ട് നല്ലപോലെ പോട്ടിംഗ് മിക്സ് ഇട്ടിട്ട് ചെടിയതിനകത്ത് നട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ചുകൂടെ ബുഷിയായിട്ട് വളർന്ന് നല്ല കുറേ ഷൂട്ട്സൊക്കെ വന്ന് പൂത്തൊക്കെ നിൽക്കുന്നത് കാണാൻ നമുക്ക് നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത്ര വലിയ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. അത്യാവശ്യം നോർമലായിട്ടുള്ള വെയിറ്റേ ഉള്ളൂ. നമുക്കെടുത്ത് മാറ്റി വെക്കാനും പറ്റും.
അപ്പം പക്ഷേ വളരെ റെയറായിട്ട് നമുക്ക് ഇങ്ങനത്തെ വുഡ് പീസൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് കിട്ടിയോണ്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ. അപ്പം നിങ്ങളും ശ്രമിക്കുക. ഇങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കും മാനസികമായിട്ടൊരു സന്തോഷമാണ്. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടെങ്കിൽ അപ്പോൾ ഇത് പൂത്തൊക്കെ നിൽക്കുന്ന അപ്ഡേറ്റ്സുമായിട്ട് വരാം. ഒന്ന് കുറച്ച് സമയമെടുക്കും, അറിയാമല്ലോ ഓർക്കിഡൊക്കെ പൂക്കാൻ കുറച്ച് താമസം എടുക്കും. അപ്പോൾ വീണ്ടും കാണാം. ബൈ.